കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ടേസ്റ്റുള്ള പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഡയബറ്റീസ് അതുപോലെ വെയിറ്റ് ലോസ് ഇതിനൊക്കെ നല്ല ഒരു റെസിപ്പിയാണ് ഈ ഒരു പാവയ്ക്കയുടെ തോരൻ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 250 ഗ്രാമിൻ്റെ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നവർക്ക് അരിയാം, പക്ഷേ നല്ല ചെറുതായിട്ട് അരിയണം. അപ്പം ഞാൻ സാധാരണ ഇത് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് കയ്യിൽ വെച്ച് തന്നെ കൊത്തി അരിയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കണം. ഇത് 2 തരം പാവയ്ക്കുണ്ട്. ഇച്ചിരി വെളുത്ത നിറത്തിലുള്ള പാവയ്ക്കുണ്ട്, അതുപോലെ നല്ല കടും പച്ച നിറത്തിലുള്ള പാവയ്ക്കുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഹെൽത്തി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് വാങ്ങിക്കാറുള്ളത്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ പാവയ്ക്കക്കാട്ടി കുറച്ചുകൂടെ കയ്പുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതിനാണ് ഗുണം കൂടുതലും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് വാങ്ങിക്കുന്നത്. ഈ പാവയ്ക്ക കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷമാണ് ഞാനിത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കൊത്തി അരിഞ്ഞാൽ മതി കേട്ടോ, സീഡ്സ് എല്ലാം കളഞ്ഞിട്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി സവാള നുറുക്കിയതോടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ തോരൻ വെക്കുമ്പോഴൊന്നും ഇഞ്ചി ചേർക്കാറില്ല, ക്യാബേജ് തോരന് ചേർക്കും. അതുപോലെ ഈ പാവയ്ക്കയുടെ തോരനിൽ നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞിടാൻ. പൊടിയായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി. അതുപോലെ 2 പച്ചമുളക് എരിവിനാവശ്യമായിട്ട്, പാകത്തിന് ഉപ്പ്. സാധാരണ മഞ്ഞൾപ്പൊടി എല്ലാ തോരനും ചേർക്കും, പക്ഷേ ഞാൻ ഈ പാവയ്ക്കയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. എനിക്ക് ഈ പാവയ്ക്കയുടെ ഈ രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ് കാണാൻ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ചേർക്കാത്തത്. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പാവയ്ക്കയ്ക്ക് കയ്പ്പ് രുചി കൂടുമെന്നാണ് പറയുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തോരനാക്കാം. ഈ ടൈപ്പ് പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ, ഈ നിറത്തിലുള്ളത് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ ഇതിൻ്റെ സീഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കൊത്തി എറിഞ്ഞാൽ മതി കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയേ. രണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാവയ്ക്ക മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്തതിന് ശേഷം ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നടുക്കോട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറക്കാം കേട്ടോ. കുറച്ച് നേരമായി, ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനാണ്, ഇത് ചതച്ചൊക്കെ ചേർക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. തേങ്ങ ഇങ്ങനെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് നല്ലതാണ്, അതായത് ഹെൽത്തിയാണ്. പാവയ്ക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.